ഈ ഫോട്ടോ നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ? ഈ മുഖം കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ടിരുന്നേ. ഇല്ലെങ്കിൽ ഞാനൊരു ക്ലൂ തരാം. 10 വർഷം മുമ്പ് ഇന്ത്യക്കകത്തും പുറത്തും ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സാധു മനുഷ്യനാണ് ഈ ഫോട്ടോയിലുള്ളത്. പേര് മുഹമ്മദ് അഖ്ലാഖ്. നമുക്കൊക്കെ ഭയങ്കര ഷോർട്ട് ടേം മെമ്മറി ഉള്ള മനുഷ്യരാണല്ലേ. അതുകൊണ്ട് നമ്മളൊക്കെ ഇദ്ദേഹത്തെ ഭൂരിഭാഗം ആളുകളും മറന്നു കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ബാക്കി കഥ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാം. വീടിനുള്ളിൽ ബീഫ് സൂക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു BJP നേതാവിന്റെ മകന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ വീട്ടിനുള്ളിലേക്ക് കയറി ചെന്ന് പുറത്തേക്ക് വലിച്ചിഴച്ച് തല്ലിക്കൊന്ന നിർഭാഗ്യവാനായ മനുഷ്യൻ. ആ അരുങ്കൊല അന്ന് ലോകത്ത് നടുക്കിക്കളഞ്ഞു. സംഘപരിവാർ ഫാസിസം അതിന്റെ കോമ്പല്ലുകൾ പുറത്തെടുക്കുന്നതിന്റെ പ്രത്യക്ഷത്തിലുള്ള ഉദാഹരണമായി ഈ സംഭവം ചർച്ച ചെയ്യപ്പെട്ടു. നമ്മളും ചെയ്തിരുന്ന ഒരുപാട് വീഡിയോകൾ. പൂർണ്ണമായും സംഘികൾക്ക് വഴങ്ങിക്കൊടുക്കാത്ത കാലമായതിനാൽ ഇന്ത്യൻ മാധ്യമങ്ങൾ ദിവസങ്ങളോളം ഈ വാർത്ത അന്ന് തലക്കെട്ടായി നൽകി. വ്യാപക പ്രതിഷേധങ്ങൾ ഉയർന്നു. സോഷ്യൽ മീഡിയയിൽ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആയിരക്കണക്കിന് മനുഷ്യർ നോട്ട് ഇൻ മൈ നെയിം, അതെന്റെ പേരിലല്ല ഈ കൊലപാതകം എന്ന ഹാഷ്ടാഗിൽ ആ അരുങ്കൊലയെ അപലപിച്ചു. ഇന്ത്യയിലെ പ്രമുഖരായ അനേകം മനുഷ്യർ പ്രതിഷേധത്തിന്റെ ഭാഗമായി അവർക്ക് ലഭിച്ച കേന്ദ്ര അവാർഡുകൾ തിരിച്ചു കൊടുത്തു. അവാർഡ് വാപ്പസി എന്ന പ്രതിഷേധം അറിയപ്പെട്ടു. എന്നാൽ സംഘികൾ അതൊരു സുവർണ അവസരമായിട്ടാണ് എടുത്തത്. മറ്റിടങ്ങളിലും ബീഫിന്റെ പേരിലുള്ള ആക്രമണങ്ങളും കൊലകളും നടത്തി ഭീതി വിതയ്ക്കാനാണ് അവർ ഈ സന്ദർഭം ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഭൂലോകത്തിലില്ലാത്ത ന്യായങ്ങൾ പറഞ്ഞ് അതിനെ ന്യായീകരിക്കാൻ കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ള സംഘപ്രമുഖർ നിരക്കി നിരന്നു നിന്നു. എങ്കിലും പൊതുവെ രാജ്യം ഒന്നടങ്കം അതിനെ എതിർക്കുന്ന സാഹചര്യം അന്നുണ്ടായിരുന്നു. ആൾക്കൂട്ട കൊലകൾ പറ്റില്ലെന്ന് സമൂഹവും പ്രതിപക്ഷവും ഒച്ചവെച്ചു. ബീഫ് ഫെസ്റ്റുകൾ നടന്നു. പൊറോട്ടയും ബീഫും താരങ്ങളായി മാറി. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 10 വർഷമായി. അഖ്ലാഖിന്റെ കൊലപാതകത്തിൽ ലോകമെങ്ങും നിന്നുയർന്ന എതിർപ്പുകൾക്ക് പിന്നാലെ UP പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികൾ 1.5 വർഷം ജയിലിൽ കിടന്ന ശേഷം ജാമ്യത്തിലിറങ്ങി സ്വൈരവിഹാരം നടത്തുകയാണ്. ബീഫിന്റെ പേരിലുള്ള കൊലപാതകങ്ങൾ ഇപ്പൊ ആരെയും അതിശയിപ്പിക്കുകയോ പേടിപ്പിക്കുകയോ ചെയ്യുന്നില്ല. സംഘപരിവാർ നടത്തുന്ന ഇത്തരം അതിക്രമങ്ങൾ അങ്ങേയറ്റം നോർമലായി മാറിക്കഴിഞ്ഞു. സ്വദേശിയും വിദേശിയുമായ മാധ്യമങ്ങൾക്ക് അത്തരം അതിക്രമങ്ങൾ ഇപ്പോൾ വാർത്ത പോലും അല്ലാതായിരിക്കുന്നു. നമ്മളും ഇപ്പൊ അത്തരം വാർത്തകൾ ചെയ്യുന്നത് വളരെ കുറവാണല്ലേ. പശുവിന്റെ പേരിൽ ബീഫിന്റെ പേരിൽ ആളെ കൊല്ലുന്നത് സാധാരണ സംഭവമായി ആളുകൾ ആക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞു. സംഘപരിവാർ അതിന്റെ നഖങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ ഓരോ അടരുകളിലേക്ക് ആഴത്തിൽ തള്ളിയിറക്കിയിരിക്കുന്നു. അഖ്ലാഖിനെ തല്ലിക്കൊന്ന് 10ാം വർഷം മറ്റൊരു വിവരം കൂടി പുറത്തു വരികയാണ്. യോഗി ആദിത്യനാഥിന്റെ കീഴിലുള്ള ഉത്തർപ്രദേശ് സർക്കാർ ആ ആൾക്കൂട്ട കൊലക്കേസ് പിൻവലിക്കാൻ പോവുകയാണ്. നമുക്ക് എന്താണ് ആ ദിവസം നടന്നതെന്ന് ഒന്ന് ഓർത്തു നോക്കാം. സഹോദരന് നീതി കിട്ടാൻ വർഷങ്ങളായി നടക്കുന്ന അഖ്ലാഖിന്റെ സഹോദരൻ ജാൻ മുഹമ്മദ് ദി പ്രിന്റ് ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിൽ തങ്ങളുടെ ജീവിതം മാറി മറിഞ്ഞു പോയ ആ ദിവസങ്ങളെ കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാമോ? 2015 സെപ്റ്റംബർ 25 UPയിലെ ദാദ്രിയിലുള്ള ബിസാദ ഗ്രാമം. അന്ന് ബലിപ്പെരുന്നാൾ. സന്ധ്യ കഴിഞ്ഞ ശേഷം അഖ്ലാഖും ഭാര്യ, മക്കളായ ബന്ധുക്കളും എല്ലാവരും കൂടിയിരുന്ന് ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞ് ഉറങ്ങാൻ പോവുകയായിരുന്നു 52 വയസ്സുകാരനായ മുഹമ്മദ് അഖ്ലാഖ്. ഇതേ സമയം മക്കൾക്കൊപ്പം ഇരുന്ന് അഖ്ലാഖ് ഭക്ഷണം കഴിക്കുമ്പോൾ തൊട്ടടുത്ത ക്ഷേത്രത്തിൽ ഒരു അനൗൺസ്മെന്റ് മുഴങ്ങുകയായിരുന്നു. തൊട്ടടുത്ത് താമസിക്കുന്ന മുഹമ്മദ് അഖ്ലാഖും കുടുംബവും ഗോമാതാവിനെ കൊന്ന് മാംസമെടുത്ത് വീട്ടിൽ സൂക്ഷിക്കുന്നുണ്ട്. ഇത് ഹിന്ദുക്കളുടെ വികാരത്തെ വ്രണപ്പെടുത്തലാണ്. ഇങ്ങനെയൊക്കെ ആയിരുന്നു അത്രേ അന്നത്തെ അനൗൺസ്മെന്റ് നടന്നത്. കേട്ട പാതി കേൾക്കാത്ത പാതി. ഒരു കൂട്ടം ആളുകൾ മുഹമ്മദ് അഖ്ലാഖിന്റെ ഇളം നീല ചായമടിച്ച വീട്ടിലേക്ക് ഇരച്ചെത്തി. അവർ വീട്ടിലേക്ക് കടന്നു ചെന്ന് മുഹമ്മദ് അഖ്ലാഖിനെ വലിച്ചിഴച്ച് പുറത്തിട്ടു. ഒപ്പം അഖ്ലാഖിന്റെ മകൻ ഡാനിഷിനെ അവർ പുറത്തേക്കിട്ടു. തടയാൻ ശ്രമിച്ച അഖ്ലാഖിന്റെ ഭാര്യ ഇക്രമാനെയും അവർ തല്ലി. അന്ന് 16 വയസ്സുണ്ടായിരുന്ന മകൾ ഷായിസ്ത എല്ലാത്തിനും സാക്ഷിയായി. സഹോദരന്റെ ഭാര്യയെ ടോയ്ലറ്റിൽ പൂട്ടിയിട്ടു. ആൾക്കൂട്ടം അഖ്ലാഖിനെയും മകനെയും തല്ലിച്ചതച്ചു. നിർത്താത്ത മർദ്ദനത്തിന് ശേഷം ആൾക്കൂട്ടം സ്ഥലം വിട്ടപ്പോൾ ബന്ധുക്കൾ ഇരുവരെയും നോയിഡയിലെ കൈലാഷ് ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ വെച്ച് അഖ്ലാഖ് മരിച്ചു. തലയോട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റ മകൻ ഡാനിഷിനെ ദില്ലി ആർമി ആശുപത്രിയിലേക്ക് മാറ്റി. ഡാനിഷ് ജീവനോടെ രക്ഷപ്പെട്ടു. അഖ്ലാഖിന്റെ ഭാര്യയുടെ പരാതിയിൽ തൊട്ടടുത്ത ജാർജ് പോലീസ് സ്റ്റേഷനിൽ അന്ന് രാത്രി 10:30 അജ്ഞാതരായ 4-5 പേരുടെ പേരിൽ FIR രജിസ്റ്റർ ചെയ്തു. പിന്നീട് പോലീസ് പ്രായപൂർത്തിയാകാത്ത 3 പേരെ അടക്കം 18 പേരെ അറസ്റ്റ് ചെയ്തു. ഇതിലൊരാൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലിരിക്കെ മരിച്ചുപോയി. 84 ദിവസത്തിനുള്ളിൽ 181 പേജ് വരുന്ന ചാർജ് ഷീറ്റ് പോലീസ് കോടതിയിൽ സമർപ്പിച്ചു. അഖ്ലാഖിന്റെ സഹോദരൻ ജാൻ മുഹമ്മദ് അഭിമുഖത്തിൽ പറയുന്ന
കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. വീട്ടിൽ വന്ന് അക്രമം കാണിച്ചവരെല്ലാം ഞങ്ങൾക്ക് നന്നായി അറിയാവുന്നവരായിരുന്നു, ഒന്നിച്ചു കളിച്ചു വളർന്നവർ. ആക്രമണത്തിന് ശേഷം ഗ്രാമവാസികൾ ആകെ ഞങ്ങളെ ശത്രുക്കളായിട്ടാണ് കാണാൻ തുടങ്ങിയത്. ഞങ്ങളെല്ലാം നിരന്തര ഭീഷണിയിലായി പോയി. ഇതേപോലെ ഞങ്ങളെയും തല്ലിക്കൊല്ലുമെന്നവർ ഭീഷണി മുഴക്കി. അങ്ങനെ 2 ആഴ്ചയ്ക്ക് ശേഷം ബന്ധുക്കളിൽ നിന്നൊക്കെ സംഘടിപ്പിച്ച കുറച്ച് കാശുമായി ഞങ്ങൾ ജനിച്ചു വളർന്ന വീട് വിട്ടിറങ്ങി. സാധനങ്ങളെല്ലാം എടുത്ത ശേഷം ഗാസിയാബാദിലെ മുറാദ് നഗറിൽ ഒരു വാടക വീട്ടിൽ താമസമാക്കി. അതിനുശേഷം ഞങ്ങളെല്ലാം അവിടെയാണ് താമസിക്കുന്നത്. ചെറിയ പൈസയ്ക്ക് പണിയെടുക്കുന്ന ഞാൻ അഖ്ലാഖിന് നീതി കിട്ടാൻ വേണ്ടി കോടതികൾ കയറി ഇറങ്ങുകയായിരുന്നു. ഇക്കാലം അത്രയും ഫോട്ടോ കോപ്പികൾ, വക്കീൽ ഫീസ്, നിരന്തര യാത്രകൾ, അങ്ങനെ എത്ര കാലമായി ഞാൻ കോടതിയിലേക്ക് പോകുന്നു. 8-10 ലക്ഷം രൂപ ഇതുവരെ ചെലവായിട്ടുണ്ടാകും. ആകെയുള്ള സമ്പാദ്യം, കടം വാങ്ങിയ പൈസ എല്ലാം കൂട്ടിയുള്ള തുകയാണിത്. എല്ലാം ഒരു വിശ്വാസത്തിന്റെ പേരിലായിരുന്നു. നിയമത്തിന്റെ വഴിയെ പോയാൽ നീതി കിട്ടുമെന്ന വിശ്വാസം. അതാണിപ്പോൾ ഇല്ലാതായത്. അവർ ഞങ്ങളെയെല്ലാം തോൽപ്പിച്ചു കളഞ്ഞു. എൻ്റെ കയ്യിൽ ഇപ്പോൾ അഖ്ലാഖിന്റെ അവസാനമായി എടുത്ത ഒരു പടമാണുള്ളത്. തലയൊട്ടി ചിതറിപ്പോയ അവന്റെ ആ ഫോട്ടോ മാത്രമാണ് ഇപ്പോൾ ബാക്കി. വല്ലാത്തൊരു കുറ്റബോധം മാത്രമാണ് എനിക്കിപ്പോൾ ഉള്ളത്. അവരവനെ തല്ലുമ്പോൾ അവന്റെ തോളോട് ചേർന്ന് നിന്ന് അവരെ പ്രതിരോധിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന കുറ്റബോധം. ഞാൻ അന്നേരം അവിടെ ഉണ്ടായിരുന്നില്ല. വിവരമറിഞ്ഞെത്തുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. ഈ മനുഷ്യനോട് നമുക്ക് എന്താണ് പറയാൻ കഴിയുക? മതേതരത്വവും ജനാധിപത്യവും ഉദ്ഘോഷിക്കുന്ന നമ്മുടെ രാജ്യത്ത് നമ്മൾ നീതിക്ക് വേണ്ടി പോരാടി തോറ്റു എന്നാണ് ഈ മനുഷ്യൻ നമ്മളോട് മുന്നിൽ നിലവിളിക്കുന്നത്. നമുക്ക് മുന്നിലൂടെ ഒരു കൊടിയ കൊലപാതക കേസാണ് നൈസായി ഇല്ലാതാവുന്നത്. ഇതെല്ലാം കണ്ടിട്ടും നമ്മുടെ രാജ്യത്ത് മാധ്യമങ്ങളും പാർട്ടികളും സാമൂഹ്യ പ്രസ്ഥാനങ്ങളും എല്ലാം നിശബ്ദരായി നിൽക്കുകയാണ്. കൊല്ലപ്പെട്ട അഖ്ലാഖാണ് ഇപ്പോൾ കുറ്റക്കാരൻ. സർവ്വതും നഷ്ടപ്പെട്ട ബന്ധുക്കളാണ് ഇപ്പോൾ ശിക്ഷ അനുഭവിക്കുന്നത്. ഇതാണിപ്പോൾ നമ്മുടെ ഇന്ത്യ. ഈ കൊടും കുറ്റകൃത്യം ചെയ്ത പ്രതികൾക്കെതിരായി ചുമത്തിയ കൊലപാതകം ഉൾപ്പെടെയുള്ള എല്ലാ കുറ്റങ്ങളും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് UP സർക്കാർ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ക്രിമിനൽ പ്രൊസീജിയർ ആക്ടിലെ സെക്ഷൻ 321 പ്രകാരം പ്രോസിക്യൂഷന് പിൻവലിക്കാനാണ് സർക്കാർ ആവശ്യപ്പെട്ട്. ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ പ്രോസിക്യൂട്ടർ കേസ് നടക്കുന്ന ഗൗതം ബുദ്ധ നഗറിലെ അപ്പർ സെഷൻസ് കോടതിയിൽ കേസ് പിൻവലിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയിരിക്കുകയാണ്. വിചിത്രമായ ന്യായങ്ങൾ ഉന്നയിച്ചിറക്കിയ സർക്കാർ ഉത്തരവ്, അത് പ്രകാരമുള്ള പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ആവശ്യം അടുത്ത മാസം 21-ന് കോടതി പരിഗണിക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നത് പറയുന്നത്. ഒരു കാലത്ത് അഖ്ലാഖിന്റെ കൊലപാതകത്തെക്കുറിച്ച് പ്രധാന തലക്കെട്ടുകൾ ചമച്ച മാധ്യമങ്ങൾക്ക് ഇതിപ്പോൾ വാർത്ത പോലും അല്ലാതായിരിക്കുന്നു. നമ്മൾ 10 കൊല്ലം കൊണ്ട് എവിടെയാണ് എത്തി നിൽക്കുന്നതെന്ന് വിളിച്ചു പറയുന്ന ഒരു ഉത്തമ ഉദാഹരണമാണ് അഖ്ലാഖിന്റെ ഈ ചോര. നമ്മുടെ കൈകളിലുമുണ്ട് അത് പറ്റിയിരിക്കുന്നു. കേസ് പിൻവലിക്കാൻ ഉത്തർപ്രദേശ് സർക്കാർ ചൂണ്ടിക്കാണിച്ച ചില കാരണങ്ങൾ നമുക്ക് ലിസ്റ്റ് ചെയ്ത് പറഞ്ഞു പോകാം. ഇതൊക്കെ ഓർത്തു വെക്കേണ്ട ചരിത്രമല്ലേ? 1. മുഹമ്മദ് അഖ്ലാഖിന്റെ കുടുംബം പ്രതികളുടെ എണ്ണം പലതവണ മാറ്റി പറഞ്ഞു. 2. ഗോമാംസം കഴിച്ചതുമായി ബന്ധപ്പെട്ടാണ് സംഭവം. അഖ്ലാഖിന്റെ വീട്ടിൽ നിന്ന് ലഭിച്ചത് ബീഫ് ആണെന്നാണ് റിപ്പോർട്ട്. 3. പ്രതികളിൽ നിന്ന് തോക്കോ മൂർച്ചയുള്ള ആയുധമോ ഒന്നും ഉപയോഗിച്ചിട്ടില്ലെന്ന് വ്യക്തമാകുന്നു. 4. പരാതിക്കാരും പ്രതികളും തമ്മിൽ മുൻകാല ശത്രുതയോ സംഘർഷമോ ഒന്നും ഉണ്ടായതായി സൂചിപ്പിക്കുന്ന ഒരു തെളിവും കേസ് ഡയറിയിൽ ഇല്ല. ഇനി ഇപ്പറയുന്ന കാരണങ്ങൾക്ക് കുടുംബത്തിനും അഖ്ലാഖിന്റെ അഭിഭാഷകനും എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. 1. മൊഴിയിലെ വൈരുദ്ധ്യം. തുടക്കം മുതൽ പോലീസും സർക്കാരും പ്രതികളുടെ ഭാഗത്തായിരുന്നു. മന്ത്രിമാർ മുതൽ BJP നേതാക്കൾ വരെ പ്രതികളെ ന്യായീകരിക്കുകയായിരുന്നു. എത്ര പേരാണ് ആക്രമണം നടത്തിയെന്ന പോലീസിന്റെ ചോദ്യത്തിന് നൽകിയ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പരസ്പര വിരുദ്ധമായാണ് പോലീസ് പല കാര്യങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നത്. 2. ഫ്രിഡ്ജിലുണ്ടായിരുന്നത് ബീഫ്. സംഭവം നടന്നപ്പോൾ തന്നെ ബീഫ് വീട്ടിലില്ല എന്നാണ് കുടുംബം പറഞ്ഞത്. പോലീസ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ടുപോയ മാംസ സാമ്പിൾ വിദഗ്ധ പരിശോധന നടത്തിയ ശേഷം UP സർക്കാർ 2015-ൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ആദ്യമുണ്ടായിരുന്നത് ബീഫ് അല്ല, ആട്ടിറച്ചിയാണെന്നായിരുന്നു. അത് അക്കാലത്ത് വലിയ വാർത്തയാവുകയും വിവാദങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തിരുന്നു. തുടർന്ന് പിറ്റേ വർഷം മറ്റൊരു റിപ്പോർട്ട് സർക്കാർ കോടതിയിൽ സമർപ്പിച്ചു. മധുരയിലെ വെറ്റിനറി സയൻസ് ആൻഡ് അനിമൽ ഹസ്ബൻഡറി സർവകലാശാല തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നത് ഗോമാംസമാണെന്നായിരുന്നു. എവിടുന്ന് കിട്ടിയത് ഇവർക്ക്? 3. പ്രതികളിൽ നിന്ന് തോക്ക് പിടിച്ചെടുത്തിട്ടില്ല. 5 വടികൾ, ദണ്ടുകൾ, ഇഷ്ടികകൾ എന്നിവ പ്രതികളിൽ നിന്ന് പോലീസ് കണ്ടെടുത്തതായിട്ടാണ് കോടതി രേഖ. തോക്കുള്ളതായിട്ട് രേഖയിലില്ല. എന്നാൽ ആളെ തല്ലിക്കൊല്ലുന്ന ആൾക്കൂട്ടത്തിന് എന്തിനാ തോക്ക്? ഒരു കൂട്ടം ആളുകൾ വന്ന് തല്ലി ചതച്ച് കൊല്ലുന്നതിന് ആൾക്കൂട്ട കൊലയ്ക്ക് എന്തിനാ തോക്ക്? തോക്കില്ലെന്ന് വെച്ച് ആരെയും തല്ലിക്കൊല്ലാമെന്നാണോ ഇവര് പറയുന്നത്? 4. മുൻ വൈരാഗ്യം തെളിയിക്കപ്പെട്ടില്ല. ക്ഷേത്രത്തിലുണ്ടായിരുന്ന ഒരു അനൗൺസ്മെന്റിനെ തുടർന്നാണ് ഒരു സംഘം ആളുകൾ ഒന്നിച്ചു ചെന്ന് നടത്തിയ ആൾക്കൂട്ട കൊലപാതകമാണിത്. മുൻ വൈരാഗ്യം കൊണ്ടല്ല, ബീഫ് കൈവശം വെച്ചെന്ന് പറഞ്ഞായിരുന്നു ഈ ആക്രമണം.
മുൻ വൈരാഗ്യം ഇതിൽ വിഷയമേ അല്ല. ഇതാണ് സർക്കാർ പറയുന്ന ന്യായങ്ങളുടെ യാഥാർത്ഥ്യം. പരിഹാസ്യം എന്നല്ലാതെ എന്താണ് നമുക്ക് ഇതിനെയൊക്കെ പറയാൻ കഴിയുക? ഇനി മറ്റൊരു കാര്യം കൂടി പറയാൻ കേട്ടോ. ഈ തൊടുന്യായങ്ങൾ നിരത്തിയ ശേഷം UP സർക്കാർ കോടതിയോട് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയും എല്ലാ പൗരന്മാർക്കും തുല്യ സംരക്ഷണം നൽകുന്നു. അവർ പരാതിക്കാരോ സാക്ഷിയോ കുറ്റാരോപിതനോ ആരോ ആകട്ടെ, ഇന്ത്യൻ പൗരന്മാർ എന്ന നിലയിൽ എല്ലാ കക്ഷികൾക്കും ഭരണഘടന പ്രകാരമുള്ള സംരക്ഷണം ലഭിക്കുമെന്നാണ്. അവരുടെ അവകാശങ്ങൾ ബഹുമാനപ്പെട്ട കോടതി സംരക്ഷിക്കണമെന്ന്. ആർക്കാണ് ഇവിടെ നീതി കിട്ടിയത്? ബെസ്റ്റ്. പ്രതികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സർക്കാരിന്റെ അടങ്ങാത്ത ആവേശം. ഇതിന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ പേരാണ്. ഇങ്ങനെ ഒരു നിലപാടെടുത്ത ശേഷം കോടതിയോട് ഒഴിവാക്കണമെന്ന് UP സർക്കാർ ആവശ്യപ്പെടുന്ന ആ കുറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോഴേ അതിന്റെ ഗൗരവം മനസ്സിലാവും. 302 കൊലപാതകം, 307 കൊലപാതക ശ്രമം, 147 കലാപം, 148 മാരകായുധം ഉപയോഗിച്ച് കലാപം, 149 നിയമവിരുദ്ധമായി സംഘം ചേരൽ, 323 സ്വമേധയാ പരിക്കേൽപ്പിക്കൽ, 504 സമാധാന ലംഘനം നടത്താൻ ഉദ്ദേശിച്ച് മനഃപൂർവ്വം അപമാനിക്കൽ. ഇത്രയും കുറ്റങ്ങളാണ് നൈസായി ഒഴിവാക്കിക്കൊണ്ട് കേസ് പിൻവലിക്കാൻ UP സർക്കാർ കോടതിയോട് ആവശ്യപ്പെടുന്നത്. ഇത്രയും കോളിളക്കമുണ്ടായിട്ടും അഖ്ലാഖ് കേസിൽ ഇനിയും കോടതി നടപടി എവിടെയും എത്തിയിട്ടില്ല എന്നതാണ് വാസ്തവം. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? സംഭവം നടന്ന 6 വർഷങ്ങൾക്ക് ശേഷം 2021 മാർച്ച് 26-നാണ് കേസിൽ വിചാരണ ആരംഭിച്ചത്. പ്രതിപട്ടികയിലുണ്ടായിരുന്ന 18 പേരിൽ 3 മൈനർമാരെയും കസ്റ്റഡിയിലിരിക്കെ മരണപ്പെട്ട ഒരാളെയും ഒഴിവാക്കി 14 പേരായിരുന്നു അന്തിമ ലിസ്റ്റിൽ. വിചാരണ തുടങ്ങി. പ്രധാന ദൃക്സാക്ഷിയായ അഖ്ലാഖിന്റെ മകൾ ഷായിസ്തയെ കോടതി വിസ്തരിക്കാൻ 1 വർഷം എടുത്തു. അവിടെ തീർന്നു വിസ്താരം. കുടുംബത്തിലെ മറ്റൊരാളുടെയും മൊഴി ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. പ്രതികളോ 1.5 വർഷം മാത്രം അകത്ത് കടന്ന ശേഷം അവരെല്ലാം പുറത്തു വരികയും സ്വൈര്യവിഹാരം നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. ഞാൻ നിങ്ങൾക്ക് 2 ചിത്രങ്ങൾ കൂടെ കാണിച്ചു തരാം. ദി പ്രിന്റ് ഓൺലൈനിൽ മിനിയാന്ന് പ്രസിദ്ധീകരിച്ചതാണ് ഈ ഫോട്ടോകൾ. 10 വർഷത്തിന് ശേഷം അഖ്ലാഖിന്റെ നാട്ടിലേക്ക് ചെന്ന പ്രിന്റിന്റെ ഫോട്ടോഗ്രാഫർ പകർത്തിയ ഈ ചിത്രത്തിൽ എല്ലാ കഥയുമുണ്ട്. ഇതാണ് അഖ്ലാഖിന്റെ വീട്. ആക്രമണം നടന്ന് 2 ആഴ്ചകൾക്ക് ശേഷം കൊലവിളികൾ ഭയന്ന് അഖ്ലാഖിന്റെ കുടുംബം വിട്ടിറങ്ങിപ്പോ ഓടിപ്പോയ വീട് ഇപ്പൊ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇവിടെ വെച്ചാണ് ഒരു പാവം മനുഷ്യനെ മതഭ്രാന്ത് പിടിച്ച ഒരു കൂട്ടം ആളുകൾ തല്ലിക്കൊന്നത്. മതഭ്രാന്തിന് പേര് കേട്ട ഒരു ഭരണകൂടം ഈ വീട്ടിൽ കയറി ആക്രമണം നടത്തിയ ക്രിമിനലുകളെ വെറുതെ വിടാനാണ് ഇപ്പോൾ കോടതിയിൽ ചെന്ന് നിന്ന് പറയുന്നത്. നമ്മളിനി എന്ത് ചെയ്യാ? ശരിക്ക് നമ്മളൊക്കെ എന്താണ് ശരിക്കും ചെയ്യേണ്ടത്? ഈ രാജ്യത്തെ പ്രതിപക്ഷം എവിടെയാണ്? ഇവിടുത്തെ മാധ്യമങ്ങൾ എവിടെയാണ്? ആരെയാണ് നമ്മൾ നീതിക്ക് വേണ്ടി സമീപിക്കേണ്ടത്? പ്രതിപക്ഷത്തെയാണോ, മാധ്യമങ്ങളെയാണോ, കോടതിയെയാണോ? അതോ ഇനി ദൈവത്തിന്റെ അടുത്ത് നിന്ന് മാത്രമേ ഈ നാട്ടിലെ മനുഷ്യർക്ക് നീതി കിട്ടുള്ളൂ എന്ന അവസ്ഥയിൽ ഇന്ത്യ എത്തിച്ചേർന്നോ ശരിക്കും?